അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ അറബിക് ഗ്രാമറിൽ പഠിക്കുന്നത് പാഠം 7ആണ്. അതായത് മുബ്തദയും അതുപോലെ ഖബറും. അൽ മുബ്തദ അൽ ഖബർ. എന്താണ് മുബ്തദ, എന്താണ് ഖബർ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ജുംല 2 തരമാണെന്ന് പഠിച്ചു. ഏതെല്ലാമായിരുന്നു അത്? അൽ ജുംലത്തുൽ ഇസ്മിയ, നാമം കൊണ്ട് ആരംഭിക്കുന്ന വാക്യം. അൽ ജുംലത്തുൽ ഫിഅലിയ, ക്രിയ കൊണ്ട് ആരംഭിക്കുന്ന വാക്യം. ഇത് നാം പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് നാം ജുംല ഇസ്മിയയുടെ 2 പ്രധാന ഘടകങ്ങളായ മുബ്തദയും ഖബറും ആണ് പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ജുംല ഇസ്മിയക്ക് 2 പ്രധാന ഘടകങ്ങളുണ്ട്. അത് മുബ്തദയാണ് ഒന്ന്, 2 ഖബറാണ്. അപ്പം എന്താണ് മുബ്തദ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ജുംല ഇസ്മിയയുടെ ആരംഭത്തിൽ വരുന്ന നൗണിനെ അഥവാ നാമത്തെയാണ് മുബ്തദ എന്ന് പറയുന്നത്. ഒരു സെൻറ്റൻസ് ജുംലത്തുൽ ഇസ്മിയ എടുത്താൽ അതിൻ്റെ ആദ്യത്തിൽ വരുന്ന പദത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മുബ്തദ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം. അള്ളാഹു ഗഫൂർ, ആദ്യത്തിൽ വന്ന പദം ഇസ്മാണ്, അള്ളാഹു ആണ്, അത് മുബ്തദയാണ്. അള്ളാഹു ഗഫൂർ എന്ന് പറഞ്ഞത് രണ്ടാമത് വന്ന ജുംലത്ത് ഇസ്മിയയിലെ രണ്ടാമത്തെ പദമാണ്. അതിനെ നമ്മൾ ഖബർ എന്ന് വിളിക്കുന്നു. അർത്ഥം എന്താ ഇതിൻ്റെ? അള്ളാഹു ഗഫൂർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏറെ പൊറുക്കുന്നവരാകുന്നു എന്നാണ്. അപ്പോൾ ഒരു വാക്യം കിട്ടിയാൽ അത് ജുംലത്ത് ഇസ്മിയയാണെങ്കിൽ അതിലെ ആദ്യത്തെ നൗണ് എന്തായിരിക്കും? മുബ്തദയായിരിക്കും. രണ്ടാമത് വരുന്നത് എന്തായിരിക്കും? ഖബറായിരിക്കും. ഖബർ ചിലപ്പോൾ മുബ്തദയുടെ വിശേഷണമായിരിക്കാം, അല്ലെങ്കിൽ മുബ്തദയോട് ചേർന്ന് നിൽക്കുന്ന ഖബറായിരിക്കാം എന്നർത്ഥം. ഇനി ഖബർ എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കുക. മുബ്തദയെക്കുറിച്ച് വിവരം നൽകുന്ന ഭാഗത്തെയാണ് ഖബർ എന്ന് പറയുന്നത്. മുബ്തദയെക്കുറിച്ച് എന്താണോ പറയുന്നത് അതാണ് ഖബർ. അള്ളാഹു ഗഫൂർ എന്നുള്ളവർക്ക് അള്ളാഹുവിൻ്റെ ആ പരമമായ ഗഫൂർ എന്ന് പറയുന്ന പദം ഖബറാണ്. ഇവിടെ മറ്റൊരു ഉദാഹരണം നമുക്ക് എടുക്കാം. അത്വാലിബു മുജ്തഹദ്. അത്താലിബു എന്ന് പറഞ്ഞാൽ അത് മുബ്തദാണ്, നൗണാണല്ലോ ആദ്യത്തെ സെൻറ്റൻസിലെ. പിന്നെ മുജ്തഹദ എന്ന് പറഞ്ഞാൽ പരിശ്രമശാലി, പരിശ്രമിക്കുക എന്നുള്ളത്, അത് ആ ത്വാലിബിൻ്റെ വിശേഷണമാണ് എന്നർത്ഥം. അപ്പോൾ വിദ്യാർത്ഥി പരിശ്രമശാലിയാണ് എന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? ഖബറിൽ മുജ്തഹദ് കിട്ടുന്നു. ഇനി മുബ്തദയും ഖബറും തമ്മിലുള്ള ബന്ധം എന്താണ് നമുക്കൊന്ന് പരിശോധിക്കുക. മുബ്തദ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അതാണ് മുബ്തദ. ഖബർ എന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ച് എന്താണോ സംസാരിക്കുന്നത് അതാണ് ഖബർ. ഉദാഹരണം, അൽ ബൈത്തുൽ കബീർ എന്ന് പറഞ്ഞാൽ വലിയ വീടാണെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ അവിടെ ബൈത്തിൻ്റെ വിശേഷണമാണെന്ത്? കബീർ എന്നുള്ളത്. അൽ ബൈത്തു കബീർ, അൽ ബൈത്തു കബീറു, വീട് മുബ്തദയാണ്, കബീർ ഖബറാണ്. ഇനി ഇഅ്റാബ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സാധാരണയായി മുബ്തദ മർഫൂ ആയിരിക്കും. മർഫൂ എന്ന ലമ്മിലായിരിക്കും. മുബ്തദ ലമ്മിലായിരിക്കും പറയാം. അൽ ബൈത്തു, അൽ ബൈത്തു കബീറു. പിന്നെ ഖബറോ അതും മർഫൂ ആയിരിക്കും. അപ്പോൾ ഈ മുബ്തദയും ഖബറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ മുബ്തദൻ്റെ ലാസ്റ്റിൽ ഏത് ഹർക്കത്താണോ കൊടുക്കുന്നത് അതന്നായിരിക്കും ഖബറിൻ്റെയും അവസാനം കൊടുക്കുന്ന ഹർക്കത്ത്. അതായത് രണ്ടിനും സാധാരണ ലമ്മായിരിക്കും എന്നർത്ഥം. ഉദാഹരണമായിട്ട് എടുക്കുക. അള്ളാഹു, അള്ളാഹു എന്നുള്ളടത്തു പിന്നെ ലമ്മല്ലേ. റസൂലുള്ളാഹി, അവിടെ റസൂലു എന്നുള്ളടത്ത് എന്താണ്? ലമ്മാണ്, മുബ്തദ. പിന്നെ ത്വാലിബു,
കെബീറു, സ്വാലിഹു, ഇതൊക്കെ തന്നെ എന്താണ് ലമ്മിൽ വരുന്ന മുമ്പത്തതകളാണ്. കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കുക. അള്ളാഹു റഹീമുൻ, അള്ളാഹു എന്നുള്ളതും ലമ്മ് തന്നെ, റഹീമുൻ എന്നുള്ളതും ലമ്മ് തന്നെ. അതായത് മുബത്തദയും ഖബറും ഒരേ ഇറാബാണ് സ്വീകരിക്കുന്ന അർത്ഥം. അൽ ഖുർആനുൽ കരീമു, അൽ ഖുർആനുൽ കരീമു അല്ലേ, അപ്പോൾ അത് ലമ്മാണ്. ഖുർആനു മുബത്തദയാണ്, കരീമു ഖബറാണ്. ഇനി അൽ കാവുൽ ബാരിദു, അൽ കാവു ഉണ്ടോ, മുബത്തദക്ക് ലമ്മാണ്. പിന്നെ അടുത്ത ബാരിദു എന്നുള്ളതും ലം തന്നെ. അൽ മസ്ജിദു കബീറു, മസ്ജിദ് വലുതാണ്, പള്ളി വലുതാണെന്നുള്ളതിന് അങ്ങനെയാണ് പറയുക. അപ്പോൾ ആദ്യത്തേത് അൽ മസ്ജിദു മുബത്തദയാണ്, റഫാണ്, മർഫുവാണ്, ലമ്മാണ്. കബീറു എന്ന് പറഞ്ഞത് ഖബറാണ്, ലമ്മ് വന്നിക്കണ്, മർഫുവാണ്, പിന്നെ അത് ലമ്മിലാണ് അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്ക് നോക്കുക. ഒരു വാക്യം, അതായത് നാമം കൊണ്ട് ആരംഭിക്കുന്നുവെങ്കിൽ ആദ്യ നാമം മുബത്തദയാണ്, പഠിച്ചു കഴിഞ്ഞതാണ്. അതിനെക്കുറിച്ച് എന്താണോ പറയുന്നത് അതാണ് ഖബർ, അതും പഠിച്ചു കഴിഞ്ഞതാണ്. ഓർക്കാനുള്ള സൂത്രം എന്താണെന്ന് വെച്ചാൽ ജുംല ഇസ്മിയ എന്ന് പറയുന്നത് മുബത്തദയും ഖബറുമാണ്. മുബത്തദ ആരെക്കുറിച്ചോ എന്തിനെക്കുറിച്ചോ പറയുന്നത് അതാണ് മുബത്തദ. ഖബർ എന്ന് പറഞ്ഞാലോ അതിനെക്കുറിച്ചുള്ള വിവരമാണ്. അപ്പോൾ ഇന്നെന്താ നമ്മൾ പഠിച്ചത്? മുബത്തദ എന്താണ്, ഖബർ എന്താണ്, ജുംലത്ത് ഇസ്മിയുടെ ഘടനയിൽ മുബത്തദയ്ക്കും ഖബറിനും തമ്മിലുള്ള ബന്ധം എന്താണ്, മുബത്തദയും ഖബറും രണ്ടും മർഫൂഅ ആകുന്നു, ലമ്മാകുന്നു അർത്ഥം ഉദാഹരണത്തിലൂടെ തിരിച്ചറിയുന്ന രീതിയും പഠിച്ചു. ഇനി ഹോംവർക്കാണ്. താഴെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൽ മുബത്തദയും ഖബറും കണ്ടെത്തണം. അല്ലാഹു അലീമുൻ, അത് നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. അൽ മസ്ജിദു ജമീലു, അൽ വലദു സ്വാലിഹുൻ, അൽ കലമു ജദീദുൻ, അൽ കിതാബു മുഖീദുൻ. ഇതിലേതാണ് മുബത്തദ, ഏതാണ് ഖബർ നിങ്ങൾ പറഞ്ഞു തരണമെന്ന് അർത്ഥം. ഇൻഷാ അല്ലാഹ് അള്ളാഹു കേട്ടതനുസരിച്ച് അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.